സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിജിത്ത് ടെക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഗൈസ് ഒരു പേപ്പർ കൊണ്ട് ഒരു അടിപൊളി റോക്കറ്റ് ഉണ്ടാക്കിയാലോ. ഗൈസ് നമ്മൾക്ക് എല്ലാവർക്കും റോക്കറ്റ് ഉണ്ടാക്കാൻ അറിയാം, ഗേൾസിനായാലും ബോയ്സിനായാലും എല്ലാവർക്കും പേപ്പർ കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ റോക്കറ്റ് ഗൈസ് ഒരു വ്യത്യാസമാണ്. നമ്മൾ ഏത് ദിശയിലേക്ക് വിട്ടാലും ആ റോക്കറ്റ് വിട്ടാലും ആ ഇത് നമ്മുടെ കയ്യിൽ തന്നെ വന്ന് ചേരും. അത് ഗൈസ് അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഗൈസ് അപ്പോൾ ഒരു പേപ്പർ ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഇനി നമുക്ക് കൂടുതലൊന്നും പറയാം, നമുക്ക് നേരെ വീഡിയോ കിടന്നാലോ. മാച്ചന്മാരെ, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതാണ് ഒരു A4 ഷീറ്റാണ് കേട്ടോ. ഗൈസ് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് മടക്കി എടുക്കണം കേട്ടോ ഈ ഒരു A4 ഷീറ്റിനെ. ഗൈസ് ആ ഒരു പേപ്പർ കറക്റ്റ് ആ എല്ലാ ഭാഗവും ക്ലിയറായ രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണം കേട്ടോ ആദ്യം തന്നെ. പിന്നെ അതിൻ്റെ മേൽഭാഗം ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് മടക്കി എടുക്കണം കേട്ടോ. വീഡിയോ ഫുള്ളായിരുന്നു കണ്ടാൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കേണ്ടത് കറക്റ്റായിട്ടൊരു രീതി മനസ്സിലാവുള്ളൂ. ഗൈസ് അതുപോലെ തന്നെ അതിൻ്റെ മേൽഭാഗം അടക്കിയതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണം കേട്ടോ. ഗൈസ് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇതേപോലെ കറക്റ്റായിട്ട് രീതിയിൽ എടുക്കണം കേട്ടോ. ഗൈസ് ഇനി ഇതിൽ ചെറിയൊരു കോണ് പോലെ നമുക്കൊന്ന് മടക്കിയെടുക്കണം. അത് ഗൈസ് അതിൻ്റെ അളവിൽ നിങ്ങൾക്ക് അനുസരിച്ചുള്ള അളവിൽ ഇതേപോലെ ഒന്ന് അളന്ന് നോക്കി കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഒരു കോണ് കട്ട് ചെയ്യും മീൻസ് ഇതുപോലെ ഒന്ന് ആംഗിളിൽ നമുക്ക് രണ്ട് ഭാഗവും എടുക്കണം. അപ്പോൾ ഗൈസ് ഇതുപോലെ രണ്ട് ഭാഗം എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ രണ്ട് ബാങ്കും ഗൈസ് അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗം എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് അളവ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പേപ്പറിൻ്റെ അനുസരിച്ച് നീളം അനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ മേൽഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം, മീൻസ് രണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഇനി അവിടെ ഒരു കോണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ് ആ ഒരു മേൽഭാഗം കൂടിയിട്ടുള്ള ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്ത് മീൻസ് മടക്കി അണിച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇനി ഒരു കോൺ രീതിയിലാണ് നമ്മളിതിന് മടക്കാൻ പോകുന്നത് ഗൈസ്. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഗൈസ് നമ്മൾ തോണിയൊക്കെ ഉണ്ടാക്കില്ലേ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണം കേട്ടോ. രണ്ട് ഭാഗവും ഒപ്പൻ രീതിയിൽ എല്ലാ ഭാഗവും കറക്റ്റ് ആംഗിൾ രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. ഗൈസ് എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഗൈസ് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഗൈസ് ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലെ ഭാഗവും അതുപോലെ തന്നെ മേൽഭാഗവും കൂടി രണ്ട് ഭാഗവും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം. ഇനി ഗൈസ് രണ്ട് ഭാഗം കൂടിയിട്ട് ജസ്റ്റ് ആ ഒരു കോൺ രീതിയിൽ വരുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ ആ മേൽഭാഗത്തിൻ്റെ അറ്റത്തും നമുക്ക് ഇതുപോലെ ഒരു കോൺ ആംഗിളിൽ കൊടുക്കാം കേട്ടോ. ഇത് എന്തിനാണ് കൊടുക്കുന്നത് പറഞ്ഞാൽ ഗൈസ് നമ്മുടെ കറക്റ്റ് ദിശയിൽ വരാനാണ്, നമ്മൾ ഏത് അനുസരിച്ച് എറിയുന്നതനുസരിച്ച് വരാനാണ് ഗൈസ്. അതുപോലെ തന്നെ ആ ഒരു ഭാഗവും അതുപോലെ തന്നെ എല്ലാ രണ്ട് പോർഷനും ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേൽഭാഗം